ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിയെ തേടി സച്ചിയുടെ പഴയ കാമുകി ചന്ദ്രോദയത്തിലോട്ട് എത്തുവാണേ. അപ്പോൾ അതെന്താണ് അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ചന്ദ്രോദയത്തിലോട്ട് കാറിൽ ഒരാൾ വന്നിറങ്ങുവാണേ. രേവതി ഇങ്ങനെ വീൽ ചെയറിൽ പുറത്തിങ്ങനെ ഇരിക്കുവാണ്. ഇതാരാണ് ഈ വരുന്നത്? പതിവില്ലാത്തൊരു കാറാണല്ലോ. പുതിയ ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിയും വരുന്നുണ്ട്. വന്ന ഉടനെ ആ പെണ്ണ് രേവതിയെ കണ്ട് ഹലോ രേവതി സുഖമല്ലേ എന്നൊക്കെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്സിഡൻറ്റിൻ്റെ വിവരമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, അതുകൊണ്ട് രേവതിയെ കാണാനും കൂടി ഞാൻ വന്നേന്നൊക്കെ പറയുവാണ്. രേവതിക്കാണെങ്കിൽ സംശയം, ആരാ ഇത്? രേവതി ചോദിക്കുന്നുണ്ട്, ആരാ മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം, സച്ചിയേട്ടനില്ലേന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും രേവതി സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. അപ്പോഴേക്കും സച്ചി അകത്തുനിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും ഇവളെ കാണുവാണ്. ഇവളെ കാണുന്നതും സച്ചി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. കാരണം സച്ചിയുടെ മനസ്സിലോട്ട് പഴയ ഓർമ്മകളൊക്കെ കടന്നു വരുവാണ്. കാരണം വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, സച്ചിയുടെ പഴയ കളിക്കൂട്ടുകാരി, സച്ചിയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി. അതായത് സച്ചി വളർന്നതൊക്കെ അച്ചമ്മയുടെ വീട്ടിലാണല്ലോ, അവിടെ അടുത്ത് തന്നെ താമസിച്ചിരുന്നൊരു കുട്ടിയാണ് ഈ വന്നിരിക്കുന്നത്. സച്ചിയെ കാണുന്നതും അവൾ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി, പിന്നെ മനസ്സിലായി, നീ എന്താ പതിവില്ലാതെ ഇങ്ങോട്ടെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, ആരാ സച്ചിയേട്ടാ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി ഇത് നമ്മുടെ അച്ചമ്മയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന കുട്ടിയാ, എൻ്റെ കൂടെ ചെറുപ്പത്തിൽ കളിച്ച് വളർന്ന കുട്ടിയാന്നൊക്കെ രേവതിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും സച്ചി പറയും, അച്ചമ്മ ഇവിടെ ഉണ്ട്, നീ അകത്തോട്ട് വാന്ന് പറഞ്ഞിട്ട് അവളെ അകത്തോട്ട് വിളിക്കുവാണേ. അപ്പോഴേക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം സച്ചിയേട്ടാ, ഞാൻ അച്ചമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അറിഞ്ഞായിരുന്നു അച്ചമ്മ അവിടെ ഇല്ല ഇവിടെയാണെന്ന്. അപ്പോൾ അച്ചമ്മയും കാണാം, കൂട്ടത്തിൽ സച്ചിയേട്ടൻ്റെ ഭാര്യയൊക്കെ കാണാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ഇവർ അകത്തൊക്കെ ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അച്ചമ്മ വരുവാണ്. അച്ചമ്മക്ക് സന്തോഷമാവും ഇവളെ കാണുമ്പോഴേക്കും. നീ എന്താ മോളെ ഇത് എപ്പോൾ നാട്ടിലോട്ടൊക്കെ എത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇവൾ പഠിക്കാൻ വേണ്ടി കുറേ നാൾ പുറത്തായിരുന്നേ. സച്ചി എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ഈ കുട്ടിക്ക് ഭയങ്കര ജീവനായിരുന്നു. അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, കല്യാണമൊന്നും ആയില്ലേ മോൾക്കെന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, ഇല്ല, ചില കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും പോവില്ലല്ലോ, അങ്ങനെ ചിലതൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഇനി അതൊക്കെ എല്ലാം ഒന്ന് മുറിവൊക്കെ ഉണങ്ങിയിട്ട് വേണം എനിക്കിനി കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടാതെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രേവതിക്കും അതൊന്നും സംഭവങ്ങളൊന്നും മനസ്സിലായിട്ടില്ലേ. അങ്ങനെ അവൾ അവിടെ നിന്നും ഇറങ്ങുവാണ്. എന്നിട്ട് സച്ചി നേരെ പോയി ഈച്ചടുത്ത് ഈ വിശേഷം പറയുവാണ്. ഈച്ചെ ഇന്ന് അവൾ വീട്ടിൽ വന്നായിരുന്നടാന്ന് പറയുമ്പോഴേക്കും ഈച്ച ചോദിക്കും, ആര്? നിനക്കറിയില്ലേ നമ്മുടെ പിങ്കി, അവളിന്ന് വീട്ടിൽ വന്നു, രേവതിയെ കണ്ട് സംസാരിച്ചു, ഞാൻ ആകെ വല്ലാതെ ആയിപ്പോയി, അവളിപ്പോഴും കല്യാണമൊന്നും കഴിച്ചിട്ടില്ലടാ, ചില മുറിവൊക്കെ ഉണങ്ങിയിട്ടേ അവൾ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈച്ച പറയുന്നുണ്ട്, എടാ സച്ചി, അവൾ രണ്ടും കൽപ്പിച്ചുള്ള വരവാണെന്ന് തോന്നുന്നു, അവളെപ്പറ്റി നിനക്ക് നല്ലോണം അറിയാലോ, എന്തെങ്കിലും ആഗ്രഹിച്ച അവളത് നടത്താതെ പോവത്തില്ല, നേടിയെടുക്കാതെ പോവത്തില്ല. നിന്റെ കല്യാണം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നടന്ന സമയത്തുണ്ടായിരുന്ന കല്യാണമാണല്ലോ, അതുകൊണ്ട് അവൾ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾക്കെന്ന് പറഞ്ഞാൽ സച്ചി എന്ന് പറഞ്ഞാൽ ജീവനാണ്, അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ മിണ്ടാതെ എല്ലാം കേട്ടോണ്ടിരിക്കുവാണേ. നിന്നെ മാത്രമേ കെട്ടുള്ളൂ എന്നാണ് അവൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവൾ പഠിക്കാൻ വേണ്ടി പുറം രാജ്യത്ത് പോയപ്പോഴായിരുന്നല്ലോ നിന്റെ കല്യാണം. ഒട്ടും വീട്ടുകാർ പോലും ആലോചിച്ചെടുക്കാതെ പെട്ടെന്ന് നടന്ന കല്യാണം ആയതുകൊണ്ട് തന്നെ അവൾക്കതിന് തടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേടാ, അവൾ എന്തിനാ ഇപ്പം വീണ്ടും പഴയതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ച പറയുന്നുണ്ട്, അവൾക്ക് ചിലപ്പോൾ അതൊന്നും മറക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എടാ സച്ചി, അവൾ രേവതിയോടൊക്കെ സംസാരിച്ചോന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അവൾ നല്ല കാഷ്വലായിട്ട് തന്നെയാണ് സംസാരിച്ചത്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സച്ചി സൂക്ഷിക്കണം, അവൾ ഇനി രേവതിയെ അപായപ്പെടുത്താൻ, കാരണം ചില മുറിവ് നിന്നെ വേണം എന്നുള്ള വാശി അവളുടെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉള്ളതാ. അവളുടെ കണ്ണിൽ പണ്ട് തൊട്ടേ നിന്നെ നേടിയെടുക്കാനുള്ള ഒരു വാശി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സച്ചി എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈച്ച വേറൊരു സംശയം കൂടി പറയുന്നത്, ഇവളുടെ ഈ വരവും രേവതിയുടെ ആക്സിഡൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ സച്ചി എന്ന് ചോദിക്കുവാണേ. സച്ചി അത് കേട്ടത് ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഈച്ചി, നീ എന്താണ് ഈ പറയുന്നത്? അല്ല, എനിക്കൊരു സംശയം സച്ചി, ഇവള് വന്നത് വെറുതെ ഒന്നും ആയിരിക്കില്ല, അച്ചമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വീടും തപ്പി നിങ്ങളുടെ ഈ ചന്ദ്രോദയം തപ്പി ഇങ്ങോട്ട് വരണമെങ്കിൽ അതിലെന്തോ ഒരു ഉദ്ദേശമുണ്ട്, അത്
മാത്രമല്ല രേവതിയോട് മുള്ളുമുന വെച്ച് സംസാരിച്ചു എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. അതും കൂടി കൂട്ടിക്കുഴച്ച് വായിക്കുമ്പോഴേക്കും അവളിനി നിന്നെ വീണ്ടും നേടിയെടുക്കാനുള്ള പുറപ്പാടിലാണോടാ സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ടെൻഷനാവുകയെ സച്ചി ഈച്ചനോട് പറയുന്നുണ്ട്, ഈച്ചേ നീ എന്നെ വെറുതെ പേടിപ്പിക്കല്ലേടാന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഈച്ച പറയും, നീ ഒരു കാര്യം ചെയ്, നീ അവളെ ഫോണിൽ വിളിച്ച് ഒരു ദിവസം നേരിട്ട് കണ്ട് കുറച്ച് നേരം സംസാരിക്കാം എന്നൊക്കെ പറയാമെന്ന് പറയുവാണേ. അങ്ങനെ സച്ചി പിങ്കിയെ വിളിക്കുവാണ്. പിങ്കിയെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി പുറത്തൊരു പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുവാണ്. അവിടെ വെച്ച് സച്ചി പിങ്കിയോടൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം വീട്ടിൽ വെച്ച് സംസാരിച്ച രേവതിക്ക് അത് വിഷമായാലോ എന്നൊക്കെ ഓർക്കുവാണ്. പിങ്കി വീട്ടിൽ വന്നപ്പോൾ തന്നെ രേവതിയുടെ മുഖമൊക്കെ വല്ലാതെ മാറിയായിരുന്നു. കാരണം അവിടെ വെച്ച് അച്ചമ്മ പറഞ്ഞായിരുന്നു, രേവതി ഇതാരാന്നറിയോ, സച്ചിയുടെ പഴയ കളിക്കൂട്ടുകാരിയാ. സച്ചി എന്ന് പറഞ്ഞാൽ ഇവക്ക് ജീവനാ, ഇവക്ക് സച്ചിയും ഇവരങ്ങനെയാ കളിച്ച് വളർന്നേ. നീ ഇല്ലായിരുന്നെങ്കിൽ, നീ ഇവരുടെ ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ പിങ്കി എന്തായാലും സച്ചിയെ കെട്ടുള്ളൂ എന്നൊക്കെ അച്ചമ്മ പറയുമ്പോഴേക്കും രേവതിയുടെ മുഖമൊക്കെ വല്ലാതെ മാറുന്നുണ്ടായിരുന്നേ. അത് സച്ചി ശ്രദ്ധിക്കുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചി വീട്ടിൽ വെച്ച് ഒരു കാര്യങ്ങളും സംസാരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം രേവതിയെ വിഷമിപ്പിക്കൊന്നും തന്നെ സച്ചി ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ഇവർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുവാണ്. മീറ്റ് ചെയ്യുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, പിങ്കി നീ ഇനി എപ്പോഴാണ് തിരിച്ച് പുറത്തോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പിങ്കി പറയും, ഞാനിനി പോകുന്നില്ല സച്ചിയേട്ടാ, ഇത്രയും നാളെ പുറത്തായിരുന്നില്ലേ, ഇനി ഈ നാട്ടിൽ തന്നെ ജീവിക്കാം എന്നാ ഓർക്കുന്നതെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അന്ന് ഈ നാട്ടിലോ, ആ ശരിയാ, ഇനി നാട്ടിലേക്ക് ജീവിച്ചോ, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ പിങ്കി പറയുന്നുണ്ട്, ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കാം, പക്ഷേ കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ എൻ്റെ തീരുമാനമല്ലേ, അതിൽ സച്ചിയേട്ടൻ ഇടപെടണ്ടെന്ന് പിങ്കി പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയും, അല്ലടി നിനക്ക് പ്രായമായില്ലേ, അതുകൊണ്ട് ഞാൻ പറയുവാന്നൊക്കെ പറയുമ്പോഴേക്കും പിങ്കിക്ക് ദേഷ്യം വരുവേ. പിങ്കി പറയുന്നുണ്ട്, ഞാൻ ഒരാളെ മനസ്സുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞു, അയാളാണ് എൻ്റെ ഇനി ഭർത്താവ്. ഇനി ആ ഭർത്താവ് എൻ്റെ മനസ്സിൽ നിന്നും മായത്തുമില്ല. പിന്നെ ഞാൻ എന്തിന് വേറൊരാളെ കല്യാണം കഴിക്കണം, എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, അയാൾ മാത്രം മതി എനിക്ക് ഭർത്താവായിട്ടെന്ന് പറഞ്ഞിട്ട് പിങ്കി അവിടെ നിന്നും പോകുവാണേ. പിങ്കിയുടെ വർത്താനം കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് വീണ്ടും ടെൻഷനായിട്ട് വരുവാണ്. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇനി ഇവൾ തന്നെയാണോ ഈച്ച പറഞ്ഞതുപോലെ രേവതി അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇവളാണോ? എനിക്കെല്ലാം കൂടി ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. ഗജാനന്ദനല്ല, ഗജാനന്ദൻ പറഞ്ഞത് അപ്പോൾ സത്യമായിരുന്നല്ലേ, അയാളല്ല എൻ്റെ രേവതിയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ. ഇവളുടെ ഇപ്പോഴത്തെ വരവും ഇവളുടെ ഇപ്പോൾ എന്നോട് സംസാരിച്ച രീതിയൊക്കെ ഓർക്കുമ്പോഴേക്കും എനിക്കെന്തോ ടെൻഷൻ ആവുന്നു എന്നൊക്കെ സച്ചി ഭയങ്കരമായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിങ്കി കാറിലോട്ട് കയറാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പിങ്കി നീ ഇനി എപ്പോഴാണ് അച്ചമ്മയുടെ നാട്ടിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മയുടെ നാട്ടിലോട്ടൊക്കെ ഞാൻ പോകും, കുറച്ച് നാൾ ഇനി സച്ചിയേട്ടൻ്റെ നാടൊക്കെ ഞാനൊന്ന് കാണട്ടെ, സച്ചിയേട്ടൻ്റെ നാടും നാട്ടുകാരെയൊക്കെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പിങ്കി കാറെടുത്ത് നേരെ പോകുന്നത് ചന്ദ്രോദയത്തിലോട്ടാണ്. എന്നിട്ട് സച്ചി പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ചന്ദ്രോദയത്തിലിരിക്കുന്ന പിങ്കിയെ കണ്ട് ഞെട്ടുവാണ്. സച്ചി ചോദിക്കും, നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പിങ്കി പറയും, എനിക്കിവിടെ വേറെ പരിചയക്കാരൊന്നുമില്ല, അപ്പോൾ അച്ചമ്മ പറഞ്ഞായിരുന്നു എന്നോട് ഇവിടെ നിന്നോ, അച്ചമ്മ പോകുമ്പോൾ കൂടെ പോകാമെന്ന്, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു, രേവതിക്കൊരു കൂട്ടം ആവുമല്ലോ, രേവതിയോ ഇവിടെ ബോറടിച്ചിരിക്കുമല്ലോ, ഇനി രേവതിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം എന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. കാരണം ഈ പിങ്കി ഇനിയും രേവതി അപായപ്പെടുത്താൻ എന്തെങ്കിലും ശ്രമിക്കുമെന്നൊക്കെയാണ് സച്ചിയുടെ മനസ്സിൽ. അച്ചമ്മക്കാണെങ്കിൽ പിങ്കിയുടെ മനസ്സിൽ പറയേയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഇതൊക്കെയായിരിക്കും ചെമ്പനീർപ്പൂവിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കഥകളും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.